ഹായ്. അപ്പോൾ മുംബ്രയിലാണ് ഉള്ളത്. രാവിലെ ആയി പൊത്തലം തൂക്കി വരുന്നത്. അമീർച്ചാൻ്റെ ഓരോ വീടുണ്ടായിരുന്നു ഇവിടെ. 2 ദിവസമായിട്ട് നമ്മൾ അവിടെയാണ് താമസിച്ചത്. ഇന്നലെയും അങ്ങനെ അവിടെ താമസിച്ച് നമ്മൾ മുംബൈയിലൊന്ന് കറങ്ങി വന്ന് വീണ്ടും ഇവിടെ വന്ന് നമ്മൾ ഇവിടെ തന്നെയാണ് വണ്ടി വെച്ച് 2 ദിവസമായിട്ട് ഇതാ ഇവിടെയാണ് വണ്ടി വെച്ചത്. ഇനി ഇവിടുന്ന് നമ്മൾ പോവുകയാണ്. ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹരിയർ ഫോർട്ടിലേക്ക്. ഇവിടുന്ന് ഏകദേശം 150ഓളം കിലോമീറ്റർ ഉണ്ട്. അന്നേരം പോകുന്ന വഴിക്ക് ചായ കുടിക്കണം, എന്തെല്ലാം പരിപാടിയുണ്ട്. ഈ ടൗണിൽ നിന്ന് വേഗം എസ്കേപ്പ് ആണ് അല്ലേ. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസ് ടൈം ആവും, ഭയങ്കര തിരക്കാവും, പിന്നെ ട്രാഫിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടാവും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അന്നേരം ടൗണുകളിൽ നിന്ന് വേഗം രക്ഷപ്പെടാമെന്നുള്ളതാണ് പശത്തെ പരിപാടി അല്ലേ. അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം. ഇന്നലെ ഇവിടുന്ന് കൊണ്ടയച്ചത് നമ്മൾ എത്രയാന്ന് കാണിച്ചത്? 70 രൂപ. അന്നേരം പോകാമല്ലേ, പോകാം. ശരി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കടയിൽ കയറി ചായ കുടിക്കും. നാട്ടിൽ ചായ കുടിക്കണമെങ്കിൽ 15. ഇത് ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും. അതല്ലേ. വലിയ ഗ്ലാസ്സിൽ ചായക്ക് എത്ര പൈസ? 15 രൂപ. ഇതെന്താ ബിസ്ക്കറ്റ്? ഉസ്മാനി ബിസ്ക്കറ്റ്. ഉസ്മാനി ബിസ്ക്കറ്റാ ഉള്ളത് തന്നെയാ? बिस्किट का नाम क्या है भाईजान? ഉസ്മാനി ബിസ്ക്കറ്റാണ് കേട്ടോ. ഉസ്മാനി ബിസ്ക്കറ്റ് ചായയും. അമീർ കാ ചായ ഉസ്മാനി ബിസ്ക്കറ്റ് കോമ്പിനേഷൻ ബടാ. അല്ലോ, ഇതൊന്ന് തൊണ്ടവേനക്ക് ഇഞ്ചി വെള്ളം കുടിക്കുന്ന അതിലുണ്ടല്ലോടാ. എന്താ ഇത്? ഇഞ്ചി വെള്ളം കട്ട ചായ എല്ലാം ഇടുമല്ലേ. പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇതൊരു നല്ല നമുക്ക് രാവിലെ തന്നെ വെറും പറ്റിൽ മരുന്ന് വിചാരിച്ചിട്ട് കുടിക്കേണ്ടി വരും. ഇത് ശരിക്കും നമ്മൾ തൊണ്ടവേനൊക്കെ ഇഞ്ചി വെള്ളമാക്കുന്ന മാതിരി ഉണ്ട് വീട്ടിൽ. എല്ലാം ഇട്ടില്ല. ശരിക്കും നീ ചായ കുടിച്ചാൽ മതിയായിരുന്നു. നിനക്കുള്ള ചായ ഇതാ ഭയങ്കര മധുരം. വേണ്ട, അത് സ്ട്രോങ് വേണ്ടാണ് ചെറാ. അപ്പം നമ്മൾ നാസിക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ ചായ കുടിച്ചു തൽക്കാലം അല്ലേ, ഒരു ഒപ്പിക്കൽ. കുഴപ്പമില്ല. ഒപ്പിക്കലും എനക്ക് നല്ലൊരു ചായ കൂടി തന്നെ. അതെയാ? ഓ, നീ ബ്രെഡ് കഴിച്ചിനല്ല? ബ്രെഡ് കഴിച്ചിനല്ല, ചെറിയ ബ്രെഡാ കഴിച്ചിട്ടുള്ള. അതിന് ബ്രെഡ് കഴിച്ചിനല്ല എന്ന് പറഞ്ഞിട്ട് ബ്രെഡ് കഴിച്ചിനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ചെറിയ ബ്രെഡായാലും വലിയ ബ്രെഡായാലും, ചെറിയ വയറിന് ചെറിയ ബ്രെഡ്, വലിയ വയറിന് വലിയ ബ്രെഡ്. നീ വലിയ ബിസ്ക്കറ്റ് കഴിച്ചിന്? വലിയ ബിസ്ക്കറ്റ് ഒന്നും ആകെ ഒരു പട്ടി ബിസ്ക്കറ്റ്. അതെന്താന്ന് പറയുക, പേര് പറഞ്ഞ അൽമാസ് ബിസ്ക്കറ്റ് അല്ല, എന്ത് ഉസ്മാൻ ബിസ്ക്കറ്റ് ആണ്. എന്റെ പൂച്ച പോലും അത് കഴിക്കൂല. എന്നിട്ട് നീ കഴിച്ചില്ല? അത് ഞാൻ കഴിച്ചത്. ഉപ്പ് രസമല്ല, ചെറിയ ബിസ്ക്കറ്റ് മധുരോ എല്ലാം കൂടി ഒരു മോശമില്ല. കുഴപ്പമില്ല. അതെ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഈ ടൗണിൽ തന്നെ ഒരു കുറച്ച് പച്ചക്കറി വാങ്ങണേ നമുക്ക്. കാരണം നമ്മളെ സാധനങ്ങൾ മൊത്തം കഴിഞ്ഞു. ഇനി കത്തി കാണാണ്ടായി, സാധനം കഴിഞ്ഞ്, പ്ലേറ്റ് കാണാണ്ടായി, എല്ലാം കഴിഞ്ഞ്. ആകെ 2 പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ 3-4-5 പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നും കാണൂല, വണ്ടിയെ കാണൂലേമോ. പച്ചക്കറി വാങ്ങിക്കട്ടെ എന്നാ. ഇത് എടാ കക്കിരിക്കാന്നാണ് ഇത്ര വലുത്? ഇത് കക്കിരിക്കാനല്ലേ? टोमेटो ചെറിയ कितना? 80 रुपये किलो. इतना महंगा है? വാങ്ങിക്കെന്തെങ്കിലും. ഉള്ളിയില്ല എടാ, ഉള്ളിയില്ല. कांदा नहीं है? എവിടെയുള്ള कांदा ഇല്ല, ഉള്ളിയില്ല. ഉള്ളിയില്ല. എന്നാ വാങ്ങിക്കെന്തെങ്കിലും കുറച്ച്. പറവിന് വേണോ? പറവ് ഭരിക്കാനൊന്നും വേണ്ട. കുറച്ച് പച്ചമുളക് വാങ്ങിക്കും. 20 रुपये പാവ് എന്ന് പറഞ്ഞാൽ 1/4 കിലോന് 20 रुपये. 1/4 കിലോന് 20. 1/4 കിലോ ആകെ 2 എണ്ണം ഉണ്ടാവും. അതെ. വേണ്ട, അപ്പുറം മേടിക്കും. അപ്പുറം നോക്കിയത് എന്നാ നോക്കാം. ഓക്കെ. അപ്പോൾ അമീർച്ച വെള്ളം തൂക്കി ഇടുന്നുണ്ട്. നമ്മൾ യാത്രയിൽ 2-3 പ്രാവശ്യമായി ഇങ്ങനെ വെള്ളം വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര നമുക്ക് ലാഭമുണ്ട്. എത്രയാ അമീറേ? നീ എന്നെ പഠിപ്പിച്ചാ? അത് അമീർ എന്നെ പഠിപ്പിച്ചാ കേട്ടാ.
എടാ ഇതെന്നാണ് ഫുള്ള് പൊടിയാന്നല്ല മേത്ത്. പൂച്ചൻ്റെ രോമം. അച്ഛാ അടുക്കട്ടെ. വെള്ളത്തിനെന്താ പൊട്ടുണ്ടോ? വെള്ളത്തിൽ പൊട്ടില്ല എന്ന് പറഞ്ഞു. കമ്പനിയിൽ നിന്ന് ലീക്കായത്. അതെയാ? എത്ര പൈസ അതിന് വെള്ളത്തിന്? വെള്ളത്തിനാണ് എത്ര പറഞ്ഞു? 240 240. ആ, ഇവിടെ 80. 80 റുപ്യ സത്യ? എന്നാ ഒന്നും കൂടി വാങ്ങാനോ? എന്നാ ഒന്നും കൂടി വാങ്ങാനോ? വെള്ളം കച്ചവടമാക്കാൻ. എടാ മഴ ഇത് പിടിക്ക് പോതാ. വലിച്ചിട്ടില്ലേ? ബ്രേക്ക് വലിച്ചെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല. 80 റുപ്യക്കാ വെള്ളം? 80 റുപ്യ ആണെങ്കിൽ നമുക്ക് ഒരു ഇതും കൂടി വാങ്ങിക്കാനും അല്ലേ? കിട്ടുവാ? ആ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ്. 110 റുപ്യ ഉണ്ടാവും വേറെ സ്ഥലത്ത്. അല്ലേ? 80, 100, 110. അങ്ങനെ കുറേ ബോട്ടിൽ കാണിക്കും. ഇതിപ്പോ എത്ര ബോട്ടിലുണ്ട്? 12 ബോട്ടിൽ. 12 ബോട്ടിലുണ്ട്. 2 പ്രാവശ്യം ഞാൻ 80 റുപ്യ തന്നെയല്ലേ. അല്ല അന്നേരം നീ 100 എന്തോ പറയുന്നുണ്ടായത്? 80. 80. ആ, 180. അപ്പോൾ നമ്മളവിടുന്ന് വെള്ളം വാങ്ങിച്ച് വിടലാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി കിട്ടിയില്ല രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ. നമ്മൾ തൽക്കാലം ചാച്ച പറയുന്നു മുന്നോട്ട് പോട്ടെ. നമസ്കാരം. എടാ ഒന്നിക്ക് ഇറങ്ങട്ടെ. ചാച്ച നമ്മളെ സ്വീകരിക്കുന്നു. വാ ഇറങ്ങുവാണേ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലത്തെ മസാല ദോശ ഇട്ടോ നോക്കല്ലോ. അപ്പോൾ നമ്മളെ ഫുഡ് എത്തി. ഇഡ്ഡലിയും ഒരു ഇഡ്ഡലിയേ ഉള്ളൂ. 2 വഴി ഇഡ്ഡലി ഉണ്ടാലുണ്ടല്ലോ. അത് നാട്ടിൽ ഇത് ഉടുപ്പി നീടക്കത്തില്ലേ? അതെയാ? ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. ഉടുപ്പി റെസ്റ്റോറൻറ്റിലെല്ലാം കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കിട്ടും. അല്ല അണ്ണൻ്റെ അടുത്തുണ്ടായിരുന്നടാ 20 റുപ്യക്ക് 3 ഇഡ്ഡലിയും. ഇതെന്താ എടാ എനിക്ക് മുരിങ്ങക്കായി അണക്കില്ല. ഞാൻ കുഴപ്പമാക്കും ഇപ്പോൾ. അനക്ക് വേണ്ട വേണ്ട. ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. എനിക്ക് വലിയ തൃപ്തിയായില്ല. കാരണം ഫാനില്ല, ഇൻവെർട്ടർ ഇല്ല. ഇതാ ഉടുപ്പി ടു. എനിക്ക് തോന്നുന്നു ഇവര് ഇതെടുത്തിട്ടുണ്ട് തോന്നുന്നു. ഇവര് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇത് ചെയ്തിട്ട് അവരെ പേരിന് പൈസ കൊടുത്തിട്ട് അങ്ങനെ എടുക്കലുണ്ട്. ഇതൊരു ഒറിജിനൽ പോലെ ഫീൽ ഉടുപ്പിയിൽ കയറി കഴിഞ്ഞാൽ അത് 100 റുപ്യന്റെ ഫുഡ് എത്ര? 100 റുപ്യ 110 മനസ്സിൽ അല്ല, GST പറയും. 100 ഇതിന്റെ പ്രൈസ്. ഒരു ഇഡ്ഡലിയും ഒരു വടയും GST 5 റുപ്യ. അപ്പൊ 110 അല്ല ഇന്ത്യ. രണ്ടാൾക്ക് 225 മേടിച്ചിട്ടുള്ളത്. 225 അതിലൊരു ഇത് കാണുന്നില്ല. എന്താണ് അതിന്റെ 15 റുപ്യ വെറുതെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ചോദിക്കാനൊന്നും വെച്ചാ. എന്തായാലും നമുക്ക് പോവാം. നമ്മൾ യാത്രയിലാണ്. ഏകദേശം 95 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. പിന്നെ ഇപ്പം നല്ല ചൂടാന്ന് കാണുന്നത്. ആടെ എത്തുമ്പോൾ കുറച്ച് മഴയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാവും. ഇല്ലെങ്കിൽ ഭയങ്കര ടഫാവും. എന്തായാലും ഒന്ന് ഫ്രഷായി. ഹരിഹരി ഫോർട്ട്. എന്ത് ഹരിഹർ ഫോർട്ടിലേക്കുള്ള അടുത്തെത്തുമ്പോൾ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഇത് ഏതോ ഒരു എന്താ പറയുക കർഷകരെ ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, കുഗ്രാമം. അതിലൂടെയാണ് നമ്മൾ ഫോർട്ടിലേക്ക് പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ആ ഹരിഹർ ഫോർട്ട് നിൽക്കുന്ന സ്ഥലം ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ കാണുന്ന മലയാണ് കേട്ടോ. അതിന്റെ മുകളിൽ പുകയില പോകുന്നുണ്ട്. ഹരിഹർ ഫോർട്ടിന്റെ മുകളിൽ ആ കാണുന്ന മലയാണ് ഹരിഹർ ഫോർട്ട്. അതിന്റെ മുകളിലാണ് നമുക്കിനി കയറേണ്ടത്. ഏകദേശം എത്തി. എങ്ങനെയുണ്ട്? അതാത് കയറേണ്ടത്. ഹരിഹർ ഫോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്തിനല്ലേ? ഇതാണ് ഹരിഹർ ഫോർട്ടിന്റെ എൻട്രൻസ്. അവിടെ പോയിട്ട് ഒരു ടോക്കൺ മുറിക്കണം. എത്ര പൈസ? വെള്ളടിക്കാനോ സിഗരറ്റ് ഒഴിക്കാനും പാടില്ല.
60 റുപ്യ. ഒരാൾക്ക് 30, 60 റുപ്യ അല്ല ഇതാ. രണ്ടാൾക്ക് 60 റുപ്യ. രണ്ടാൾക്ക് 60 റുപ്യ. ഓക്കെ, ചെറിയ വിഷയം. പോകാം. അപ്പോൾ നമ്മൾ അരിയർ ഫോർട്ടിലേക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റിലെത്തി. നമ്മൾ അന്ന് വണ്ടി എടുത്തിട്ട് വന്നത് ആ കടേൻ്റെ അടുത്താണ് വണ്ടി വെച്ചത്. ഇനി അതിലൂട്ട് ഇനി മുകളിലേക്ക് പോകേണ്ട ഇതിലാണ്. അരിയർ ഫോർട്ടിൻ്റെ ഭാഗങ്ങളിൽ തന്നെയാണ് ഇത്. ഇതൊരു വലിയ പാടാണ് മല, അതിൻ്റെ ചെറിയ അരിയർ ഫോർട്ട്. അമീർ എന്ത് തോന്നുന്നു കണ്ടിട്ട്? കഴിഞ്ഞ അവിടുത്തെ പോലെ തന്നെ ആവില്ലല്ലേ, കയറി എത്താതാവില്ല. 5 മണിക്കൂർ എന്തോ. അതിൻ്റെ മുകളിൽ നല്ല ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ വാട്ടർഫാൾസ്, അങ്ങോട്ടൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട്, നോക്കാം. എന്നാൽ തുടങ്ങാം. നമ്മളിനി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഷൂ ഇടണം, എന്തല്ലോ പരിപാടി. അപ്പോൾ തുടങ്ങാമല്ലേ അമീറെ? ടൈമൊന്ന് നോക്കി വെച്ചോ, എത്ര ടൈമാണെന്ന്. ഞാൻ മൊബൈൽ എടുത്തിട്ടാ. മൊബൈൽ എടുക്കാൻ എൻ്റെ അടുത്ത് മൊബൈലുണ്ട്. നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്നു. ഇവിടുന്ന് മുതൽ അങ്ങോട്ട് കേരളമാണ്. ഇനി നല്ല ചൂടുണ്ട്. ഈ കുടയെടുത്തത് നമ്മൾ ചൂടിന് വേണ്ടിയിട്ടാണ്. എപ്പം മഴക്ക് വേണ്ടിയിട്ട് കുടയെടുക്കും. ഇന്ന് ചൂടിന് വേണ്ടിയിട്ടാണ് കുടയെടുത്തിട്ടുള്ളത്. അന്നേരം മുകളിലേക്ക് കയറിയെന്ന് ടോപ്പിൽ പോയിട്ട് എനിക്ക് വേറെ ഒരു പരിപാടിയും കൂടി. അവിടെ എത്തിയാൽ ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. ഏറ്റവും ടോപ്പിലെ കടയിൽ കഴിഞ്ഞ വർഷം ഞാൻ കോട്ട് വെച്ച് മറന്നു പോയിട്ടുണ്ട്, പുതിയ കോട്ട്. അത് ഇന്ന് അവിടെ ചോദിക്കും. ചിലപ്പം അവിടുത്തെ ചേച്ചി ഉണ്ടാവും ഇട്ടിട്ട് നിന്നിട്ട്. എന്താ ഇന്നലെ ഉറങ്ങായിട്ടാ മര്യാദക്ക്? ചെറിയ ക്ഷീണമുണ്ടല്ലോ. പക്ഷെ ഇന്നലെ ഭയങ്കര നടന്നു പോയി നമ്മള്. ട്രക്കിങ്ങിന്റെ ക്ഷീണമല്ല, ബോഡി ക്ഷീണാ. ഇന്നലെ കുറേ നടന്നിട്ടാ. ചിലപ്പോ അങ്ങനെ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അതെ അതെ. ഇതിപ്പോ സംഭവം കയറാൻ തുടങ്ങിയേ ഉള്ളൂ. എന്നിട്ട് തുടങ്ങിന്ന് പറയാനായിട്ടില്ല. ഉദ്ഘാടനം ഇതൊന്നും ആരോ കുഴിച്ചിട്ടതാ. ഒരു മോനെ പോയിക്കോ പോകുന്നുണ്ട് മോനെ. അല്ലോ, ഞാൻ എപ്പം പറയുന്നത് ഇപ്പം കണ്ട നമ്മൾ ട്രക്കിംഗ് പ്ലേസിൽ വന്നിട്ട് നമുക്ക് ചാർജ് ആയത് വെറും 30 രൂപ അല്ലേ? 60 രൂപ രണ്ടുപേർക്ക്. 60 രൂപയായത്. ഞാനങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിന് ഇത് പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ വന്നിടത്തോളം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ചെറിയ ഒരു പാലക്കയം തട്ടോ, അല്ലെങ്കിൽ എൻ്റെ കണ്ണൂർ ജില്ലയിൽ പറയും ഒരു പാലക്കയം തട്ടോ ഒരു പൈതൽ മലയോ അങ്ങനെ പോകുമ്പോൾ കാർ പാർക്കിങ്ങിന് വേറെ പൈസ, ടോപ്പിൽ കയറാൻ വേറെ പൈസ, ഒരു ഗൈഡ്, ഒരു പൈതൽ മല അതൊന്നുമില്ല മൊത്തത്തിലൊന്ന് പറഞ്ഞത്. അതായത് ഇവിടെ പറഞ്ഞ് ഗൈഡില്ല, ഇതില്ല. അവിടെ എൻട്രി ഫീസ് മാത്രം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു 30 രൂപ ഒരാൾക്ക്. കാർ പാർക്കിംഗ് എല്ലാവർക്കും എവിടെ വേണ്ടിക്കും വെക്കുക, നടന്ന് കയറുക. ഇനി കണ്ടേ, ഈ ടോപ്പിലെ കടയിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വില ഞാൻ ടോപ്പിൽ നിന്ന് കാണിച്ചു തരാം. വാ, ഇത്ര നടന്നില്ല കുറച്ച് സമയം കൊണ്ട്. ഒരു ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യലാണ് നമ്മൾ. കുറച്ച് തളർച്ചയുണ്ട്, ശരിയാവും. ഒന്നാമത് വെയിലല്ലേ. നമ്മൾ മിഞ്ഞാന്ത ട്രക്കിങ് മഴയായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് മഴ കണ്ടിന് കുറച്ച് അങ്ങോട്ട് വരുമ്പേ. ചെടി എത്തുമ്പോൾ മഴ കുറച്ച് കുറഞ്ഞു പോയി. ഒരു ഹ്യൂമിഡിറ്റി പോലത്തെ ചൂട്, ഭയങ്കര ചൂട്. കുറച്ച് മുകളിലേക്ക് എത്തി ഒരു ഡെസ്റ്റിനേഷനിൽ. मैगी कितना है? 40 है. हाँ, मेरे को एक मैगी बनाओ, उसको ककड़ी बनाओ. मेरे को ककड़ी चाहिए. हाँ, एक वाला ये दे दो. निकालो. मेरे को एक मैगी बनाओ. 2 के बनाओ. नहीं एक मेरे ककड़ी ഉണ്ടാക്കാൻ പറഞ്ഞ മേഘക്ക് 40 രൂപ. ഹായ് നിന്നെയാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്ന്. റഷീദ് വന്നിരിക്കുന്നു. എന്താ അടിയാ, ഒരു കക്കിരിയ കഷ്ണം.
അടിയാ ഞങ്ങൾക്ക് അല്ല ഇത് കക്കിരിയാ മോനെ ഇനി ഇതൊന്നുമില്ല ഒരാളിപ്പോൾ എന്നാ ആടും വെട്ടി എല്ലാവർക്കും തന്നെ ഇങ്ങോട്ടോ ആ ഇങ്ങോട്ട് വാ അങ്ങ് വന്നിട്ട് തരാൻ കഴിയും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പോൾ അതിന് കാലിന് സുഖമില്ല ഒന്ന് നിനക്ക് അതല്ല കുഞ്ഞുണ്ട് അവിടെ ഒന്ന് കുഞ്ഞിങ്ങോട്ട് വന്നാൽ കൊടുക്കാം ഒന്ന് എനിക്ക് 10 ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളെയും ഭാഗ്യം ഒന്ന് കുറവാണെങ്കിൽ ദേഷ്യപ്പെടുന്നു എനിക്ക് തരിഞ്ഞാ ഓനിക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കുറച്ച് അങ്ങട് അതില്ലെങ്കിൽ പിന്നെ അവന് കൊടുക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് ഇതിപ്പോ അതാ കുഞ്ഞാട് ഒച്ചാക്കല്ലടാ ഞാൻ തരുന്ന ആള് ഞാൻ പാവം ആളെ നിങ്ങൾ രണ്ടാളും എന്തോ ആയിക്കോട്ട് കഴിഞ്ഞിട്ടാ ഓർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഓര് തീർത്തോട്ടെ ആടെ കൊടുത്ത് മാപ്പ് ചോദിക്കും ഞാൻ പാവമാരെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പാവ യാത്രക്കാരൻ നിങ്ങളെ എന്തോ അയക്കോ കഴിഞ്ഞ് എനിക്ക് കടത്തുറങ്ങിക്ക് പോയിട്ട് നാളെ രാവിലെ വരാം അമീറിനെ കാണുന്നില്ല അമീറിന്റെ അടുത്ത് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് അവരെ അവനടുത്ത് വീഡിയോ എടുത്ത് കൊടുക്കട്ടെ ഞാൻ പോയെന്ന് അമീറെ പിന്നെ കേട്ടാ ഞാൻ പോന്നു ഇതാടെ ഇവൻ എൻ്റെ അപ്പുറം തന്നെ വരുന്നത് അമീറ ഇവനിക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു പാക്കറ്റ് ഇവൻ എൻ്റെ അപ്പുറം തന്നെ വരും മുകളിൽ വരെ അവന് നമുക്ക് കൂട്ടായി ഒരാളും കൂടി ഇവൻ എൻ്റെ അപ്പുറം വരും മിക്കവാറും ഉറപ്പാ അവനിക്ക് നന്ദിയുണ്ട് അവനിക്ക് 5 ഉറുപ്പിന്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത നന്ദി അവനിപ്പോ ദേഷ്യമൊന്നുമില്ല അവനിക്ക് ആടിന് കൊടുത്തതിന്റെ ദേഷ്യം എനിക്കുണ്ട് പക്ഷെ എനിക്ക് പോകുന്ന നന്ദി കാണിക്കുന്നു നോക്ക് വീഡിയോ എടുത്ത് കൊടുക്കായിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടാവും ബാ നിന്റെ വീഡിയോ എടുത്തിട്ടില്ല പറയട്ടാ നീ എന്നെ എടുത്തമ്പരെ ആക്കി തരാ ഈ ബിസ്ക്കറ്റ് 5 ഉറുപ്പിന്റെ ബിസ്ക്കറ്റ് തന്നിട്ടില്ല അല്ല 10 ഉറുപ്പിന്റെ ബിസ്ക്കറ്റ് ഇപ്പാ നോക്കിയിട്ട് കിടക്കേ അത് ചളിയുണ്ട് ചെരുപ്പ് ഇടാണ്ട് നീ നിന്റെ ചെരുപ്പ് ഇവിടെ പോയി ഇത് ചെരുപ്പ് എടുത്തോ ചെരുപ്പില്ലേ അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് നാണം ഉണ്ടായിട്ടായിരിക്കും വാടാ ഇപ്പം ചെറിയ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ചെറിയൊരു മഴേൻ്റെ ഒരു ഇതെല്ലാം കാണുന്നുണ്ട് ഓ മുമ്പിലേക്ക് ഓടി ഇല്ല ഓ മുമ്പിൽ പോവും ഓട് വഴികാട്ടിയാണ് ഓൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഓൻ മുമ്പിലേക്ക് ഓടിയത് മുമ്പിലേക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ഇരുട്ട് തന്നെയാ വാ മോനെ നല്ല ചളിയുണ്ട് മിക്കവാറും നിൻ്റെ മേത്ത് ഞാൻ ചവിട്ടു അരുട്ട് തന്നെയാണല്ലേ ആ ഓക്കെ നടന്നോ ഞാനുണ്ട് ഇനിയിപ്പോൾ ബേക്കിൽ നിന്ന് അമീർ തല്ലുമല്ല എനക്ക് അമീറിൻ്റെ വീഡിയോ എടുക്കാറ്റ് എടാ ഇതൊന്നും അവിടെ കാള പോയ മാതിരി ആക്കി വഴി ഫുള്ള് ചളിയാന്ന് ഹീരോട്ട് പോ ഷോർട്ട് വഴി കാണിച്ചു തന്നു വാ എല്ലാം അറിയാം കേട്ടോ എനിക്ക് എടുത്ത എല്ലാ സ്പന്ദനം അറിയുന്ന ഒരാളാണ് ഷോർട്ട് വഴി നിനക്ക് പോകാൻ പറ്റുമോ ഞമ്മക്ക് ചെയ്യണ്ടേ എടാ അടുക്ക് നിനക്ക് ഊട് വഴി പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് അതിലൂടെ പോകാൻ കഴിയണ്ടേ അയ്യയ്യ എടാ അടുക്ക് അല്ലാന്റെ കുപ്പിയല്ല റോഡ് ഇതോ അതുപോലെ പോന്ന ഇനി ഓനെങ്ങനെ വന്നില്ല അതേപോലെ 4 കാലിൽ വാ ഓനിക്ക് 4 കാലം ഉപയോഗിച്ചോന് വാ ഓനോ അവിടെ പോയി വെയിറ്റ് ചെയ്തോ നിന്റെ കൂട്ട് വേണ്ട ഷോർട്ട് വേണ്ട കൂട്ടോക്കെ ഇനി ഷോർട്ട് വേണ്ട ഓൻ ചതിച്ചതാ എടാ ഈ വെള്ളം ഇട്ട വേഗില്
വേഗം വെള്ളം വീണ്. ഒരാളാടാ പെരിക്ക് നിന്ന് ബിസ്ക്കറ്റ് കുറച്ചേ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഒരാളേതാ ഇവിടെ എത്തിയിട്ടാ. ഇതാ ഒരാൾ ഇവിടെ എത്തി. ഓനാടെ എന്തോ കണ്ടിട്ട് നിന്നതാണ്. നടന്നോ വേറെ ബൈക്കിലുണ്ട്. ഇനി മുന്നിൽ പോയിട്ട് അങ്ങ് എവിടെയെങ്കിലും പോയി അവിടെ കുത്തിരിക്കും. നമ്മളെ വൈറ്റ് ചെയ്യാ കണ്ടേ, നമ്മളെ കാത്തുക. അവൻ ഓടി റെസ്റ്റ് എടുക്കും. റഷീദിനെ വിടുന്നില്ലടാ. എനിക്ക് ഓർമ്മയുണ്ടോ എന്തേ നമ്മള് മറ്റേ ഞാനൊക്കെ ട്രക്കിങ് തുടങ്ങുന്ന സമയത്ത് ഒരു പട്ടി നമ്മളെ കൂടെ വന്നിട്ട് നമ്മളെ കാറിനടുത്തം വരെ വന്നത്? അതെ, ഓർമ്മയുണ്ടോ? എന്നിട്ട് നമ്മളാടുന്ന് ലാസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടെല്ലാം കൊടുത്താ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടാൾ വഴി കാണിച്ചത് ഓർമ്മയുണ്ട? അത് രണ്ടാൾ പോയി കാണിച്ചത്. ഇത് അപ്രത്യക്ഷമായ മനുഷ്യന്മാരായിരുന്നു. അത് ഭയങ്കര പോയി കാണിക്കലായിരുന്നു. അത് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ട്രക്കിങ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ കുറേ നിരവധി റൂൾസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരവാദിയല്ല കാട്ടിൽ അല്ല ഓൻ്റെ ഏരിയയിൽ. ഓൻ്റെ ഏരിയയിലേക്ക് ഇവൻ നമ്മളോട് പറയുന്നത് രക്ഷിക്കുന്നു. ഓൻ്റെ ഏരിയയിലേക്ക് പോയി എനിക്ക് പണി കിട്ടില്ല, നീ നിൻ്റെ ഏരിയയിലേക്ക് പോ, എനിക്കിപ്പോൾ ഒന്നും പറഞ്ഞു തരില്ല. എന്നിട്ട് പിന്നീല്ലേ അവൻ്റെ വീഡിയോ എടുത്ത. എന്നിട്ട് പാമ്പ് ഇതെല്ലാം ഏതെല്ലോ കാട്ടിലോട്ട് വൈതേറ്റി പോയത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ട്രക്കിങ്ങിൻ്റെ മെയിൻ വ്യൂ പോയിന്റിൽ എത്താനായി. ഒരു കുറച്ചും കൂടി കയറി, അതും കൂടി കയറി ഇരിക്കുക. അതും കൂടി കയറി ഇരിക്കുക. തീർത്താലായില്ല. ഇല്ല, അവിടെ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ടോപ്പിലേക്ക് കയറണം. ഹായ്, ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെറുതെയാ, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. അതാ കാസർഗോഡ് നിന്ന് എഴുതിയിട്ട് കാസർഗോഡ് റൈറ്റിലോട്ട്. നീ ഇവിടുന്ന് തിരിച്ചു പോടി. ഇനി 90 ഡിഗ്രി ഇതിലാ കയറേണ്ടത് അങ്ങോട്ട്. ഇവൻ 90 കയറും 100 കയറും. ഒന്നും വേണ്ട, എല്ലാം ഗ്രിപ്പ് തന്നെ. ഓനെല്ലായിടത്തും മൂത്രമൊഴിച്ച് വെച്ചിട്ട് അടയാളം വെക്കുന്നുണ്ട് കേട്ടാ, തിരിച്ചു പോകാൻ വേണ്ടി. അല്ല അത് അങ്ങനെ ആയിരിക്കൂലേ? 5 പ്രാവശ്യം. 5 ഒന്നല്ല ഞാൻ കണ്ടത് തന്നെ. ഇനിയിപ്പോൾ കുറച്ച് നോക്കതാ. അതെ അവിടെ വെച്ചോ. നമ്മളങ്ങനെ കുറേ ടോപ്പിലെത്തി. ഏകദേശം കുറേ വ്യൂ പോയിന്റുകൾ, കുറേ പാടികൾ കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വന്നത് നമ്മൾ വണ്ടി ആടെയുണ്ട്. ആടെയും കൂടി കയറിയിട്ട് ആടെ റെസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. ഓനും കുറക്കാൻ തുടങ്ങി. നിന്നോട് ആരാ പറഞ്ഞു? ആളെ മര്യാദയ്ക്ക് ഇരുന്നാ പോരെ, വെറുതെ എങ്കിലും നമ്മളെ വന്നിട്ട്. ആരാ പറഞ്ഞു നിന്നോട് വരാൻ വേണ്ടി? ആരാ പറഞ്ഞു നീ അവിടെ പോയിട്ട് ഇനി വിളിക്കേ? ടോപ്പ് ഒരു സൗണ്ടാക്കി വിളിക്കുന്നു. അതാ ആടെ മുതൽ ഇനി 90 ഡിഗ്രിയിൽ അടിയിൽ മുതൽ ആ സ്റ്റെപ്പ് പിടിച്ച് ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റുന്ന, ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റുന്ന. ബാ, ഇവിടെ ഇതൊരു ഡെസ്റ്റിനേഷൻ. ഇവിടെ കുറച്ച് റെസ്റ്റെല്ലാം ചെയ്തിട്ടില്ലേ? എന്നിട്ട് വാ, ഇടി പോകാനായിട്ടില്ല ബൈട്ടോ. നീ ഇടുന്നാ മതി, ഇനി അങ്ങ് വല്ല മുകളിൽ കയറി പോണ്ടേ. പക്ഷേ ഇതിന് 2-3 കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കണ്ടിട്ടാകുമ്പോൾ ഗോപ്രോ എല്ലാം കണ്ടിട്ടാകുമ്പോൾ ഐഡി വേണം. ഭായിജാൻ ആപ്കാ നാം?
मैं सिद्धांत। सिद्धांत और आपका लोकेश। लोकेश किधर से आई एम फ्रॉम यूपी। यूपी फ्रॉम यूपी कानपुर सेंट्रल। कानपुर मैं कानपुर 1 महीने का पहले मैं राइड करके आया था लद्दाख गया था मैं केरला गया। हाँ केरला केरला रामेश्वरम। അപ്പോൾ ബാക്കി വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. ഇത് ലെങ്ത്ത് കൂടുതലായി. അന്നേരം നമ്മളെ ട്രക്കിങ് മെയിൻ ട്രക്കിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നാളെ. ഓക്കെ, ബൈ ബൈ.